ഹലോ, എല്ലാവർക്കും നമസ്കാരം. നർത്തകി ഡാൻസ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചൊൽക്കെട്ടാണ് എടുക്കുന്നത്. ചൊൽക്കെട്ടിന്റെ ആദ്യത്തെ ഒരു ഭാഗം മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ തീരുമാനം അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം രണ്ട് സൈഡിലേക്കും പോയി പിന്നീട് നമ്മൾ അരമണ്ണം തട്ടിയിരുന്ന് അത് മുതൽ നമുക്ക് നോക്കാം. അതായത് പല്ലവിയുടെ അവസാനത്തെ ഒരു ഭാഗം, അതിൻ്റെ ഒരു എൻഡ് നോക്കാം. അതിനുശേഷം അനുപല്ലവിയിലേക്ക് കിടക്കാം. റെഡിയല്ലേ? ഓക്കെ, പല്ലവിയുടെ അവസാനാണ് കേട്ടോ. 1 2 3 4 ta dhi tak juno dhimi tam juno ta dhi. ഇനിയാണ് അനുപല്ലവി വരുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ ആട്ടോ, വളരെ എളുപ്പമാണ്. ഈ ഐറ്റത്തിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. നോക്കണേ. അതിനുശേഷം നമ്മൾ അത് ഞാനൊന്ന് കാണിക്കാം, അതെന്താണെന്നൊന്ന് കാണിക്കാം കേട്ടോ. ഇത്രയാണ് ഞാനിവിടെ ചെയ്തത്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. തക്കത്താം എന്ന് പറയുമ്പോൾ കാലില് വരുന്നത് രണ്ട് കാലും ഒന്ന് ചവിട്ടണം. നോക്കൂ, തക്ക എന്ന് ചവിട്ടണം അല്ലേ? എന്നിട്ടോ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് എൻ്റെ കാല് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കിലേക്ക് നിൽക്കാം. 3 4 തക്ക താം എന്നിട്ട് കുത്തി വെക്കണം കാലിങ്ങനെ അവിടെ തന്നെ. പിന്നീട് ഒരു തക്ക വിട്ടിട്ട് തക്ക ധന താം, പിന്നീട് വീണ്ടും ഒരു തക്ക വിട്ടതിന് ശേഷം തക്ക ജൊന്നു താം എന്നെടുത്തു. ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ഇപ്പൊ നമ്മൾ പഠിക്കുന്നില്ലേ, ഇതേ തന്നെ ലെഫ്റ്റും ചെയ്യണം കേട്ടോ, ഇടത് ഭാഗത്തും ചെയ്യണം. അതുകൊണ്ട് ഇതെങ്ങനെയാണ് വൃത്തിയായിട്ട് ഇപ്പൊ തന്നെ പഠിക്കാം. കാരണം ഇതിന്റെ നമ്മളൊരു പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ഇടത് ഭാഗവും ചെയ്യുന്നുണ്ട്. നോക്കാം. 1 2 3 4 തക്ക താം തക്ക ധ. ബാക്കിൽ ഞാൻ കുത്തിയിട്ടോ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. ധന ഉണ്ടല്ലേ, ചെന്നിട്ടല്ല, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി എടുത്താണ്. ധന തക്ക ഒരു തക അവിടെ ഇരുന്നതിന് ശേഷം പിന്നീട് മുൻപിലേക്ക് ജൊന്നു താം. എന്താ ചെയ്തിരിക്കുന്ന? കാലിനെ ഇതാ സൈഡിൽ നിൽക്കുന്നത്, ചെരിഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ടാണ്. സൈഡിലേക്കല്ല, കറക്റ്റ് ഫ്രണ്ടിലേക്ക് തന്നെയാണ്. ധിത്തി തേ. കിട്ടിയില്ലേ? അപ്പൊ ഒന്ന് അതിന്റെ കൈയും കൂടി നോക്കുവാണേ. നമ്മൾ 16th ആ ഒരു അടവൊക്കെ പഠിച്ചതുപോലെ 1 2 3 ഈ ഭാഗം, ഇതേ കൈയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അതറിയാം അല്ലെ? പിന്നീട് ഓക്കെ, ആ ഭാഗം ഒന്ന് എടുക്കാം. 2 3 4 തക്ക താം തക്ക. ബാക്കിയോ ധന താം തക്ക. അതിനുശേഷം ആ തകയ്ക്കും ശേഷം 1 2 3 ഇതും കൂടി വരണം. ആദ്യം നമ്മൾ ഇതെടുത്തു, പിന്നെ നമ്മൾ ഇതെടുത്തു, പിന്നീട് നമ്മൾ ഇതെടുത്തു. കൂട്ടി ചെയ്യാം. ഇതേ ഭാഗം തന്നെ ഇപ്പുറത്തും നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കണേ. 2 3 4 തക്ക താം തക്ക ധന താം തക്ക ജൊന്നു താം ജൊന്നു താം. അടുത്തത് ജൊന്നു തക്കിട്ട. ജൊന്നു തക്കിട്ട എന്ന് വെച്ചാൽ ജൊന്നു തക്കിട്ട. 5 അക്കങ്ങൾ ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ 5 നമ്പർ വരുന്നത്. ജൊന്നു തക്കിട്ട. അപ്പൊ അതില് പെട്ടെന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വെറുതെ എന്തെങ്കിലും എടുക്കുകയായിരിക്കും. അതിനകത്ത് ശരിക്കും വരുന്നത് ആദ്യത്തെ ജോയും അവസാനത്തെ ടായും അല്ലെങ്കിൽ 1ഉം 5ഉം നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ബാക്കി ഈ 3 മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അത് ചെയ്യുന്നത്
ഇങ്ങനെയായിരിക്കും നമ്മുടെ കാലാവസാനം ഉണ്ടാവുക. പിന്നീട് ഇതാ ധി തി തെയ്, ഈ മൂന്നെണ്ണേ ചെയ്യുന്നുള്ളൂ. അപ്പൊ പാട്ട് വരുമ്പോ ജോ വിട്ടിട്ട് ജോ നു ത കി ത, ടൈം അവിടെ പോസ് ചെയ്തു. മനസ്സിലായോ? ആദ്യത്തെ 1ഉം 5ഉം നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ട്, അത് അവിടെ പോസ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അവസാനം നമ്മൾ 1 2 3 മാത്രമേ സ്റ്റെപ്പ് ചവിട്ടുന്നുള്ളൂ. കൈ വരുന്നത് നമ്മൾ ഏതാണ് 11ാമത്തെ അടവ് പിടിച്ച പോലെ പിടിക്കുക. അങ്ങനെയല്ല കേട്ടോ പിടിക്കണം, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഈ കൈയും കൂടി തുറന്ന് പിടിക്കണം കേട്ടോ. റൈറ്റും കൂടി തുറന്ന് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് ബെൻഡ് ചെയ്തിട്ട് അങ്ങ് റൈറ്റിലേക്ക് ഡയറക്റ്റ് നോക്കിയിട്ട് ജൊന്നൂത്താം, പിന്നീട് കേട്ടാ അവിടെ ആ പോസിലേക്ക് വരണം. ഒന്ന് നന്നായിട്ട് ഒലഞ്ഞ് എടുത്തിട്ട് അവിടെ ലെഫ്റ്റിന്ന് അതിങ്ങനെ ഒലഞ്ഞ് വന്നിട്ട് റൈറ്റിലേക്ക് ചെരിഞ്ഞ് ലെഫ്റ്റ് കോർണറിൽ നോക്കിയിട്ട് ഇരിക്കണം. മനസ്സിലായോ? ഓക്കെ, നോക്കാം അല്ലേ? ഒരുമിച്ച് നമുക്കൊന്ന് കൂട്ടിയെടുത്ത് നോക്കാം. 1 2 3 4. തക താം തക ധന താം തക ജുന്നു താം ജുന്നു തക്കിട്ട. പിന്നീട് താധീം എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഏതടവ 14th അടവ് ചെയ്തതുപോലെ അത് തന്നെ ഇടതു ഭാഗത്തേക്ക് എടുത്താൽ മതി. താധീം എടുക്കണം കേട്ടോ. ഒന്നൊരുമിച്ച് ചെയ്യുവാണേ. 1 2 3 4. തക താം തക ധന താം തക ജുന്നു താം ജുന്നു തക്കിട്ട താധീം ത. അതിനുശേഷം താധീം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇടത് ഭാഗത്ത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരിക്കല്ലേ ഉണ്ടാവുക, ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാക്കിലെ കാലെടുത്തിട്ട് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഇടത് ഭാഗത്തേക്ക് ചെയ്യണം. തക താം തക ധന താം തക ജുന്നു താം ജുന്നു തക്കിട്ട താധീം. എന്താണോ ഞാൻ റൈറ്റിൽ പറഞ്ഞത് അതിന് തന്നെ ഓപ്പോസിറ്റ് ആണ് ലെഫ്റ്റിൽ ചെയ്യുന്നത്. ശരിയല്ലേ? ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതിന് നമ്മൾ ലെഫ്റ്റ് എടുത്തപ്പോ 1 2 3 എടുത്തു. ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതിന് എന്ത് ചെയ്തു? 1 2 3 എടുത്തു. റൈറ്റ് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് എടുത്തു. പിന്നീട് ഇതെടുത്തതിന് നമ്മൾ എന്ത് ചെയ്തു? ഓപ്പോസിറ്റ് സൈഡ് എടുത്തു. 1 2 3. പിന്നീട് ഇതെടുത്തതിന് നമ്മൾ എന്ത് ചെയ്യണു? ഇതും എടുക്കണം. ശരിയല്ലേ? റൈറ്റും ലെഫ്റ്റും ചെയ്യാം. അതിനുശേഷം കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇച്ചിരി ഉള്ളൂ, അതുകൊണ്ട് എടുത്ത് നമുക്ക് ഈ സ്റ്റാൻസ് കഴിയുമല്ലോ. അതിനുശേഷം 2 3 4 ഒരുമിച്ച് ചെയ്യണോ? അതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇതൊന്ന് ചെയ്യാം. ഒന്ന് ചെയ്ത് കാണിക്കാം, എന്നിട്ട് ബാക്കിയിലേക്ക് നമുക്ക് പോവാം. ഞാനിങ്ങനെ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ആ ഭാഗം ഒന്ന് നമുക്ക് നോക്കിയിട്ട് ബാക്കി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. 1 2 3 4. തക താം തക ധന താം തക ജുന്നു താം ജുന്നു തക്കിട്ട താധീം. ഇതിനു ശേഷം അടുത്ത ഭാഗം വരും. 3 4. തക താം തക ധന താം തക ജുന്നു താം ജുന്നു തക്കിട്ട താധീം. ഇതാണ് റൈറ്റും ലെഫ്റ്റും. ഇതിനുശേഷം ജുന്നു തക്കിട്ട ധിമി തക്കിട്ട എന്ന് വരും. അതായത് ജുന്നു തക്കിട്ട ധിമി തക്കിട്ട. അങ്ങനെ വരുമ്പോ നിങ്ങളുടെ കാല് ശ്രദ്ധിക്കണേ. 3 4. എൻ്റെ കാലൊക്കെ കാണാന്ന് വിചാരിക്കുന്നു. റൈറ്റ് ലെഗ് ജൊന്നു അവിടെ തന്നെ ജൊന്നു ചവിട്ടുക. എന്നിട്ട് റൈറ്റ് ബാക്ക് കോർണറിലേക്കായിട്ട് തക്കിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ബാക്കിൽ കുത്തണം. അപ്പൊ ഒരുമിച്ച് വരുമ്പോ 3 4. ജൊന്നു തക്കിട്ട്. ഓക്കെ, പിന്നെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകുമ്പോ ലെഫ്റ്റ് എടുത്ത് വെച്ചിട്ട് ധിമി തക്കിട്ട വരണം. അപ്പൊ ഒരുമിച്ച് വരുമ്പോ 3 4. ജൊന്നു തക്കിട്ട ധിമി തക്കിട്ട. കിട്ടിയില്ലേ? അപ്പോ എന്റെ കൈ എങ്ങനെയാ വരിക?
നമ്മുടെ 10ാമത്തെ അടവിൻ്റെ ഒക്കെ കൈ, അല്ലെങ്കിൽ ലെഫ്റ്റ് കൈ ഇങ്ങനെ മോഹിനിയാട്ടം നിലയിൽ തന്നെ ഓപ്പൺ ആക്കി റൈറ്റ് ക്ലോസ് ചെയ്തിട്ട് ഈ സൈഡിലേക്ക് 10ാമത്തെ അടവ് 17ാമത്തെ അടവൊക്കെ ഇങ്ങനെ വരുന്നത് അല്ലേ. തജ്ജം തത്തക്കതിനി ധിത്ത എന്നൊക്കെ വരുന്നത്. 3 4 ജൊന്നു തക്കിട്ട ധിമി തക്കിട്ട. കിട്ടിയോ? അതിൻ്റെ നോട്ടവും കണ്ണൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ ക്ലാസ് ഫസ്റ്റ് മുതൽ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കണ്ണവിടെ വെച്ച് ഇങ്ങനെ നോക്കി അങ്ങനെ നോക്കി എന്നൊക്കെ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെയും നിങ്ങളോട് അങ്ങനെ പറഞ്ഞു ചിലർക്കൊക്കെ അത് ബോറടിക്കും. കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മളെല്ലാം നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? ജൊന്നു അവിടെ നോക്കി തക്കിട്ട തിരിച്ചവിടേക്ക് തന്നെ വന്നു. പിന്നീട് ധീമി തക്കിട്ട. പിന്നീട് 11ാമത്തെ അടവിന്റെ കറക്കം 3 4. കാലിനെ എടുത്ത് വെച്ചിട്ട് കണ്ടോ കറങ്ങി വരണം. 11ാമത്തെ അടവ് പഠിച്ചവർക്ക് അത് അറിയാൻ പറ്റും അല്ലെ. കാലിനെടുത്ത് വെച്ചത് ഗും തരി താ. അതിന്റെ അവസാനത്തെ താ ഇരിക്കണ്ട, ആ കറങ്ങി വരുമ്പോഴേക്കും നമ്മൾ അടുത്തതിലേക്ക് കടക്കും. കാരണം ഈ ഭാഗവും റൈറ്റ് ചെയ്തതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ലെഫ്റ്റ് സൈഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ, പറയാല്ലേ. എന്നാലും ചുമ്മാ പറയാം. ലെഫ്റ്റ് വരുമ്പോ എങ്ങനെയാ വരിക? റൈറ്റ് ഓപ്പൺ ആയിട്ട് ലെഫ്റ്റ് കാല് ജൊന്നു തക്കിട്ട ധീമി തക്കിട്ട. ലെഫ്റ്റ് ചെയ്യുമ്പോ ഒരു പ്രത്യേകതയുണ്ട്, കറക്കം നമുക്ക് വേണ്ട. അവിടെ നമ്മൾ ചെറിയൊരു 1 2 3 4 5 തഥ്യം കിണത്തവും എന്നുള്ള ഒരു തീരുമാനത്തിന് അത് തീരാണ് കേട്ടോ. വീണ്ടും പറയട്ടെ, റൈറ്റ് മാത്രമേ കറക്കുള്ളൂ. ലെഫ്റ്റ് ചെയ്യുമ്പോൾ ജൊന്നു തക്കിട്ട ധീമി തക്കിട്ട, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗം ഒന്ന് കൂട്ടി ചെയ്തിട്ട് അവസാനം തീരുമാനം പറയാം. 1 2 3 4 ജൊന്നു തക്കിട്ട ധീമി തക്കിട്ട താധി ജൊന്നു തക്കിട്ട ധീമി തക്കിട്ട. തക്കിട്ട എന്നുള്ള ഒരു പക്ഷെ ചെയ്തു വരുമ്പോ തക്കിട്ട എന്നായാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് കാലൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഡാൻസ് അല്ലേ, ഇങ്ങനെ സ്കെയിൽ വെച്ച് നമുക്ക് അളന്ന് മുറിച്ച പോലെ ചെയ്യാനും പറ്റില്ല. നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് വിട്ട് ചെയ്യും. അതിന്റെ സ്ട്രക്ചറിൽ നിന്ന് വിട്ട് ചെയ്യുന്നല്ല, മനസ്സ് തുറന്ന് ചെയ്യുമ്പോൾ ജൊന്നു തക്കിട്ട എന്നൊക്കെ ചിലപ്പോൾ വരും കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. പക്ഷെ പഠിച്ചത് ഇങ്ങനെയാണ്, തക്കിട്ട് എന്നാണ് പണ്ട് കളരിയിൽ പഠിച്ചത്, ക്ലാസ്സിൽ പഠിച്ചത്. ആ ഓർമ്മയിൽ തന്നെ എടുക്കുകയാണ്. ഓക്കെ, ഇനി അവസാനം എന്താ? ജൊന്നു തക്കിട്ട ധിമി തക്കിട്ട കഴിഞ്ഞാൽ തീം കിണ്ണത്തും എന്ന തീരുമാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അത് കാലിനെ നമ്മൾ ഇങ്ങനെയായിരിക്കും അവസാനം ഉണ്ടാവുക. അതായത് നമ്മളുടെ വലത് കാല് ഫ്രണ്ടിലും ഇടത് കാല് ബാക്കിലുമായിട്ട് നിന്നിട്ട് ഇങ്ങനെ ഇതായിരിക്കും ഉണ്ടാവുക നമ്മുടെ പൊസിഷൻ. ഇതിൽ നിന്നും നമ്മൾ തീം എന്ന് പറയുമ്പോൾ ഈ വലത് കാല് തന്നെ ഫ്രണ്ടിലേക്ക് തീം റൈറ്റും ലെഫ്റ്റും ചാടിയിട്ട് കിണ്ണത്തും ചവിട്ടണം കേട്ടോ. എന്ത് ചവിട്ടണം? ധി തി തി. കണ്ടോ? കിണ്ണത്തും. ഒരുമിച്ച് വരുമ്പോ 3 4 താധീം കിണ്ണത്തും. കിട്ടിയില്ലേ? അതിന്റെ കൈ വരുന്നത് നമ്മുടെ ബോഡി റൈറ്റിലേക്കായിരിക്കും. ഞാൻ ആ അവസാനത്തെന്ന് പറയുന്നത് അതിൽ നിന്നും അടുത്ത ഒരു ബോഡിയുടെ അടുത്തൊരു മൂവ്മെന്റിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിന് മുന്നത്തെ അറിയണം. അല്ലാതെ നമ്മൾ എല്ലാത്തിനും കൃത്യമായിട്ട് പ്ലാൻ ഉണ്ട് കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒന്നിൽ നിന്നും ഒന്നിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് കൃത്യമായിട്ട് അറിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. ഭംഗി എന്നല്ല വൃത്തി വരിക. വൃത്തി വരുമ്പോൾ പിന്നെ ഭംഗി അതിൻ്റെ കൂടെ വന്നോളും. ഓക്കെ, അപ്പോൾ തഥ്യം എന്ന് പറയുമ്പോൾ പിന്നീട് ഇടത് കൈ ഡോളം ഹസ്തമായിട്ട് വരണം. ഡോളം വന്നിട്ട് റൈറ്റ് ഇവിടെ. ഇത് മോഹിനിയാട്ടം നില ഇങ്ങനെ പിടിക്കുക. ജസ്റ്റ് ഞാൻ പറയാണ്, ഡോളം ഇത് ഫ്രണ്ടിൽ വെച്ചിട്ട് റൈറ്റിലേക്ക് ചെരിയണം, ലെഫ്റ്റിലേക്ക് ചെരിയണം, ഇടത് ഭാഗത്തേക്ക് ചെരിയണം. എന്നിട്ട് തഥ്യം എന്ന് പറയുമ്പോൾ കണ്ണൊക്കെ നേരെ തന്നെയാണ്. തഥ്യം, അപ്പൊ കൈ ഒന്നും ചെയ്യണ്ട. കീ എന്ന് പറയുമ്പോൾ ഇതാ മുകളിലേക്ക് കീ വന്നു, നാ താഴത്തേക്ക് വന്നു, തോം ഇപ്പുറത്തേക്ക് വന്നു. തഥ്യം കൈ നേരെ തന്നെ. കീ എന്ന് പറഞ്ഞപ്പോൾ ഈ കൈ കുറച്ചിതാ മുകളിലേക്ക് പോയി. നാ എന്ന് പറഞ്ഞപ്പോൾ കൈ കുറച്ച് ഇങ്ങനെ തന്നെ താഴത്തേക്ക് വന്നു. തോം ഇവിടേക്ക് വന്നു. ഇതിനകത്തൊരു ചെറിയൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് മോഹിനിയാട്ടം നില ഇങ്ങനെയല്ലേ. അപ്പോൾ ഈ നില പ്രകാരം പിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ തുറന്ന് പിടിക്കുന്നു. ആ സൈഡ് വ്യൂ എടുക്കുന്നത് കറക്റ്റ് കാണാനാണ്. തഥ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്നു അല്ലേ. ഇനി കീ എന്ന് പറയുമ്പോൾ
കൈ കുറച്ച് അടുത്തേക്ക് വരുന്നത്, അല്ലാതെ കൈ അവിടെ തന്നെ അല്ല പൊങ്ങുന്നത്. കൈ കുറച്ച് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് അത് എവിടെ തന്നെ താഴത്തേക്ക് വന്നിട്ടാണ് സൈഡിലേക്ക് അത് പോകുന്നത് കേട്ടോ. ചിലപ്പോൾ ഒരു പക്ഷെ മുൻപിന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് ചെയ്താലോ. 1. പിന്നെ അതിനുശേഷം നമ്മൾ ഇത് ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതെടുത്തിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ ഞാനൊന്ന് അതിന്റെ കൂടെ ചെയ്യാൻ പോവാണേ. 1 2 3 4. ജുനു തക്കിട്ട ധീമി തക്കിട്ട താ ധീ, ജുനു തക്കിട്ട ധീമി തക്കിട്ട താ ധീ കിണ്ണത്തു. അല്ല തധീ കിണ്ണത്തു. ഇതിന് ശേഷം എന്തായിരിക്കും ഉണ്ടാവുക? നമ്മൾ ആദ്യം എടുത്ത പോലെ ജുന്നു ധീമിത ജുന്നു താ ധീമി തക നക താ ധീഹി താ ധീമി തക ത ജുന്നു ധീമിത ജുന്നു താ. ഇതാണ് അനുപല്ലവി. ഞാനിത് അനുപല്ലവി ഒന്ന് ഒരു പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെന്താ പറയാൻ വന്നത്? ഓക്കെ, ഇത് ഞാൻ ചെയ്യുമ്പോൾ ഒരുപക്ഷെ 10 മിനിറ്റിലൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമായിരിക്കും അല്ലേ യൂട്യൂബില്. പക്ഷേ പഠിക്കുമ്പോൾ അത്ര എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നന്നായി ഡാൻസൊക്കെ അറിയുന്നവർക്ക്, ഭരതനാട്യമൊക്കെ അല്ലെങ്കിൽ കുച്ചിപ്പുടിയൊക്കെ അറിയുന്നവർക്ക്, മോഹിനിയാട്ടം തന്നെയല്ലോ അറിയുന്നവർക്ക് മറന്നു പോയതാണെങ്കിൽ ഇത് പെട്ടെന്ന് ഓർത്തെടുക്കാനൊക്കെ പറ്റും. പിന്നെന്താ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും. അതല്ലാതെ ഡാൻസ് ഇതുവരെ പഠിക്കാത്തവരോട് ഞാനൊരു കാര്യം പറയാനേ, ഇത് തക്കത്താം കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വരുമായിരിക്കും. പക്ഷെ അത് വൃത്തിയൊക്കെ വരും. നമ്മൾ നിരന്തരം തക്കത്താം. ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും വരില്ലായിരിക്കും, ഇങ്ങനെ വരുള്ളൂ അല്ലേ, ഇങ്ങനെയൊക്കെ വരുള്ളൂ, കാല് മാത്രം താളം വരുമായിരിക്കും. പക്ഷെ മോഹിനിയാട്ടം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ തക്കത്താം എന്ന് പറയുമ്പോൾ ബോഡി തക്കത്താം. അല്ലെങ്കിൽ പാട്ട് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ താളം എപ്പോഴും 1 2 3 വന്നാലും ബോഡി കുറച്ച് കഴിഞ്ഞിട്ട് എത്തുന്നുള്ളൂ. ആ സൈലൻസിലൊക്കെ നമ്മളുടെ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. ശരിക്കും അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, അതാണ് ഈ ഒരു ആർട്ട് ഫോമിന്റെ പ്രത്യേകത. അത് നമ്മൾ ഭരതനാട്യം പോലെ നമുക്ക് ഒറ്റയടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു താ ധീം താ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തത്തേ തം ധീ എന്നൊക്കെ പറഞ്ഞ് തത്തേ താ ഹ എന്നൊക്കെ പറഞ്ഞ സമയത്ത് അത്ര ഫാസ്റ്റ് ആയിട്ടല്ലല്ലോ നമ്മുടെ മൂവ്മെന്റ്സ്. ഞാനിത് രണ്ടും കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. കാരണം നമുക്കൊരു ഇതിങ്ങനെ ആഴത്തിലേക്ക് പോവാം. മോഹിനിയാട്ടം അതിനെ സൂക്ഷ്മമായിട്ട് നമ്മളിങ്ങനെ കാച്ചിക്കുറുക്കി എടുത്താലും നമുക്കത് അത്ര ഭംഗിയായിട്ട് കിട്ടുള്ളൂ. ഭംഗി എന്നല്ല, ആ വേർഡല്ല, നമുക്ക് വൃത്തി. ഞാൻ പറഞ്ഞില്ലേ, വൃത്തി വരുമ്പോൾ അതിൻ്റെ കൂടെ ഭംഗി വരും. അതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ഭംഗിയല്ല, ഭംഗി കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ വൃത്തിയല്ല, വൃത്തി നീറ്റായിട്ടിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നീറ്റായിരിക്കും കേട്ടോ. ഈ വൃത്തി തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ലേ, ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ. എന്താണ്, എനിക്ക് തോന്നുന്നു ഇപ്പം അത് നമുക്കത് പറയാൻ പറ്റും തോന്നുന്നു. കാരണം അതിൻ്റെ മറ്റു വിഷയങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിലൊരു ഒരു കോളമുണ്ട്. അത് ശരിക്കും ഒരു ആകാര സൂക്ഷ്മത എന്ന് പറഞ്ഞത് ഒരു കോളമുണ്ട് അല്ലേ. അപ്പം അത് സൗന്ദര്യത്തിൻ്റെതല്ല, അത് ശരിക്കും ഒരു നമ്മളുടെ ഈ അരമണ്ഡലം എന്ന് പറഞ്ഞൊരു സാധനം, ഒരു കുട്ടി വന്ന് കോസ്റ്റ്യൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ എന്താണ് ഒരു പെർഫെക്ഷൻ ഇല്ല. പക്ഷെ അതേ സമയത്ത് ആ കുട്ടി നല്ല നീറ്റായി, മുട്ടൊക്കെ നല്ല വെളിച്ച് പിടിച്ച്, കണ്ണൊക്കെ നല്ല ഭംഗി, എല്ലാം കണ്ണ്, കൈ, കാല്, മൊത്തത്തിലൊരു അതിന് വരുന്നൊരു ആകാര സൂക്ഷ്മതയുണ്ട്. അത് പെട്ടെന്ന് കിട്ടുന്നതല്ല, ആ കുട്ടിയുടെ പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ ആ കുട്ടിയെ ശരിയാക്കിയെടുക്കുന്ന അടിസുതമെടുക്കും കൂടിയാണ്. അപ്പൊ അത് വരണമെങ്കിൽ അത് പ്രാക്ടീസിലൂടെ തന്നെ വരുള്ളൂ. പക്ഷെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് കേട്ടോ. എപ്പോഴും എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ആ ഒരു വൃത്തി അത് തന്നെ പറയാം. കൃത്യമായിട്ട് അരമണ്ഡലിരിക്കണം, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സമയം എടുത്തോട്ടെ. പക്ഷെ അത് ആ 1 തൊട്ട് 30 അടവ് വരെ, ഏകദേശം എനിക്ക് തോന്നുന്നു 15 ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ നീറ്റായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അത് വൃത്തിയാകും. പിന്നെയൊക്കെ കുറെ കണ്ട് മനസ്സിലാക്കലാണ് കേട്ടോ. അത് നല്ലത് നമ്മൾ നല്ലതും നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അത് കാണുമ്പോൾ നല്ലത് എന്താണ്, ചിലതൊക്കെ നമുക്ക്
കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റണം. എനിക്ക് തന്നെ അങ്ങനത്തെ കുറച്ച് സ്ട്രീംസ് ഉണ്ട്. ചില കാര്യങ്ങൾ ഞാൻ അവരെ മനസ്സിലാക്കാറില്ല. കാരണം അവരുടെ അടുത്ത് നിന്ന് എനിക്കും കിട്ടും. നമുക്ക് തിരിച്ച് എല്ലാവരും കൊടുക്കൽ വാങ്ങണല്ലേ, തിരിച്ചും എനിക്ക് കിട്ടാറുണ്ട്. ചില മൊമെന്റ്സ് അവരെടുക്കുമ്പോൾ അത് ഭംഗിയുണ്ടാകുമ്പോൾ അത് നമുക്കും മനസ്സിലാവും. ഓക്കെ, അങ്ങനെ കാണണം. പ്രോഗ്രാംസ് ആയാലും ഒക്കെ നിങ്ങൾ കാണണം, നല്ലത് കണ്ടിട്ട് അത് അഡാപ്റ്റ് ചെയ്യണം. അങ്ങനെയും ഉണ്ട്. അല്ലാതെ നമ്മളൊന്ന് പഠിച്ച് ഇന്നത് അങ്ങനെയല്ല. എല്ലാം നമ്മുടെയൊക്കെ തന്നെ ആയതുകൊണ്ട് എല്ലാം നമുക്ക് നല്ലതിനെല്ലാം നമുക്ക് സ്വീകരിക്കാം. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ഈ ഒരു ഭാഗം ഒരു പല്ലവിയുടെ ഭാഗം മുഴുവനായിട്ടൊന്ന് ചെയ്യാം. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ तक धन ताम तक जुनू ताम जुनू तकित धीम तक ताम तक धन ताम तक जुनू ताम जुनू तकित तक जुनू धीमित जुनू धीम तक तक तारा धीम धीम तक जुनू धीमित जुनू तारा धीम